അടിപൊളി കിടില. നീ അല്ല ലാപ്ടോപ്പിനെ പിടിക്കും ഞങ്ങളൊന്ന്. അടി എടാ എടാ പൊട്ടിപ്പോയണ്ടേ. Are you ready? മല്ലു ഫിഷ് ഉണ്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും പോകുന്നത് ചെല്ലാനത്തിലേക്കല്ല, നമ്മൾ പോകുന്നത് ചെറായിലേക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, ചെല്ലാനത്ത് ഇതുപോലെ കടൽ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കാനുള്ള തീരുമാനിച്ചത്. അതുകൊണ്ട് ഞങ്ങളിന്ന് ചെറായിൽ പോയിട്ട് അവിടുത്തെ കായലും അത് കായലും കടലും ചേർന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഫിഷ് ചെയ്യാനാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പം അവിടെ ഇഷ്ടംപോലെ കരിമീനും കാര്യങ്ങളുള്ളതുകൊണ്ട് മീൻ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അല്ല വിഷ്ണു, അപ്പം ഇന്ന് നമ്മളൊരു പൊളിക്കും. എല്ലാ പ്രാവശ്യവും പൊളിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കൈവീശി വരോ. ഈ പ്രാവശ്യം നമ്മൾ ശരിക്കും പൊളിക്കും കൂട്ടുകാരെ, ശരിക്കും പൊളിക്കും. അപ്പോൾ ഓക്കെ, അവിടെ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആലുവ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് ചെറായിക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു ചലഞ്ച് ആരംഭിക്കുവാണ്. അതായത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പം ഒരു വീഡിയോ ഫുള്ള് കണ്ടിന്യൂസ് ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് സ്ക്രീൻഷോട്ടാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്രീൻഷോട്ടിന് പറ്റിയ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വന്ന് അവരുടെ കൂടെ വന്ന് ഒരു ദിവസം നിന്ന് സ്പെൻഡ് ചെയ്ത് അടിപൊളി ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മൾ ചൂണ്ടിടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തെളിച്ചമീനെ കിട്ടുമെന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് ടൈഗർ പ്രോണിനെ കാണുന്നത്. സംഭവം അടിപൊളിയായിട്ട് 20 കൗണ്ട് 15 കൗണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. വിഷ്ണുക്കുണ്ടാണെങ്കിൽ അപ്പുറം ഇരുന്നിട്ട് ഇപ്പം സ്ക്രീൻഷോട്ട് തുടങ്ങിക്കാണും. വന്ന സമയം കൊള്ളാം, ഫുള്ള് കലക്കാം, ഇതുപോലെ കലക്കാം. മുകളിലോട്ട് ഒന്നും കാണാൻ പറ്റില്ല. അതിനറിയാം ഇപ്പം ഈ കാലാവസ്ഥ നല്ല കാണാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തെളിയുന്ന തന്നെ. ജെർസേ നായ് എന്നെ അടിച്ച പിന്നെ കണ്ടോല്ലോ. ഏട്ടാ നമുക്കേ അപ്പുറം ഒന്ന് പോയിട്ട് വരാം. അവനൊരു മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇതാ ഒരു കരിമീനെ പിടിച്ചിട്ടുണ്ടായി വിഷ്ണുക്കൂട്ടൻ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളോട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമുക്ക് ആളെ പരിചയപ്പെടാം. ചേട്ടാ പേരൊക്കെ ഒന്ന് പറഞ്ഞു. പേര് അജിത്ത്, ഇവിടെ ചെറായി തന്നെയാണ് സ്വദേശം. ആളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ട ഒരു തെറ്റാലി ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. ലോക്ക്ഡൗണിന്റെ സമയത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ചെയ്തതാണ്. എന്തായാലും നല്ല പവർഫുൾ സാധനമാണ്. പോർണ അടിച്ചിട്ട് മിസ്സായി പോയതാണ്. ഊരിയെടുത്തപ്പോൾ നാക്കുണ്ടായിരുന്നില്ല, നമുക്ക് ചെറിയൊരു നാക്കുണ്ടായിരുന്നു, അത് ഊരിപ്പോയിട്ടുണ്ട് ഇതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ കലക്കായത് കാണാൻ പറ്റണല്ലോ അല്ലേ. ഇപ്പൊ ഈ കാറും വെള്ളം അത്ര ഇതല്ല, ഏറ്റം കയറുന്നേ ഉള്ളൂ. ഇപ്പൊ തെളിവായതിനു ശേഷം നമുക്ക് അടിക്കാം. ഈ ചേട്ടൻ നമുക്ക് വേണ്ടി ചൂള അടിച്ച് വെളുത്തിക്കൊണ്ടിരിക്കുകയാണ്. മടയിലുണ്ടെങ്കിൽ ഇറങ്ങൂലേ ഈ ഒരു സൈഡിലേക്ക്. ഇവിടെ ഒന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം കയറി വരണം. ഓർണ അടിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ? കരിമീൻ തന്നെ, കരിമീൻ. നമ്മുടെ അണിയമ്പുള്ളി അപ്പുറേക്ക് ഉണ്ട്, പുള്ളിക്ക് അടിച്ച്. ഇത് ബ്രൈഡാണ് യൂസ് ചെയ്യുന്നത്? വെറും ടങ്കീസ. മറ്റേ ബ്രൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ ഇൻ കേസ് നമ്മൾ ചിലപ്പോൾ ഈ സാധനം ഉടക്കായി കഴിഞ്ഞാൽ, മെഷീൻ ഉടക്കായി കഴിഞ്ഞാൽ റിട്ടേൺ വരും. അതുകൊണ്ട് ബ്രൈഡ് യൂസ് ചെയ്യാറില്ല. നമുക്ക് സ്റ്റോറിലല്ലോ. നിങ്ങൾക്ക് സ്റ്റോറുള്ളതാണോ? ഡിക്കാത്തലോൺ വർക്ക് ചെയ്യാനാണല്ലേ? യെസ്. അപ്പോൾ ഒരു ദിവസം കാണാം, കുറച്ച് സാധനം എടുക്കണ്ട്. പേരെങ്ങനെ? ബിലാൽ. അപ്പോൾ തീർച്ചയായിട്ടും കാണാം. വൈറ്റിലല്ലേ? എവിടെ മൊത്തം കറക്കാണല്ലോ. ഇത് അമ്പ. ഇങ്ങനത്തെ പുതിയ ടൈപ്പ് മുമ്പ് കാണുന്നു, കവണി വെച്ചടിക്കും. അപ്പുറത്ത് കാണുന്നുണ്ടായില്ല, ഇവിടെ നേരത്തെ ഇതിപ്പോ ഇതായി കലക്കായി. ഇത്ര നേരം തെളിഞ്ഞ് കിടക്കായിരുന്നു. നല്ല ഓളോ. ഈ ഓളം ഒന്ന് നിന്നാല് ആ നോട്ടത്തിൽ മീനെ കണ്ടു കിട്ടിയപ്പോ നമുക്കേ അപ്പുറ സ്ഥലയിൽ പോയി നോക്കാം.
ശകലം വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയാ റോഡിലെ വെള്ളം കയറി റോഡിൽ വെള്ളം കയറി കിടക്കണം. റോട്ടിൽ നിന്ന് നീ പിടിക്കേണ്ട അവസ്ഥയാണ് വിശ്വനാഥ്. നീ അങ്ങോട്ട് കയറ്റിട്ടെ കരിമീൻ റോട്ടിൽ വരുമോ? പക്ഷെ ഈ സൈഡിൽ ഈ സൈഡിൽ കാണാൻ സാധ്യത കുറവാ. നോക്കട്ടെ, നമുക്ക് പോയാലും അറിയാൻ പറ്റുള്ളൂ. നമ്മള് അല്ല അവൻ പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് വന്നു. നീയേ ഇതാ സ്ഥലമല്ലേ പമ്പരം കണക്കെന്ന് കറങ്ങി കഴിഞ്ഞാൽ ലെവലാണ്. റോഡ് ലെവല് വെള്ളം, റോഡ് ലെവല് വെള്ളം. ഇവിടെ കയറ്റിടാ. നീ ബക്കറ്റ് എടുത്തോ. ഇത് അവിടത്തേക്കാളും ഏരിയ ഉണ്ട് കേട്ടോ നടക്കാൻ. ഫ്രണ്ടിൽ ഇതാ ബ്രോ, നമുക്ക് ഇവിടെ കരിമീനെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതായത് ഈ ബിൽഡിങ്ങിന്റെ ഉണ്ടല്ലേ? ഇങ്ങോട്ട് നോക്കണ്ടല്ലേ? ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ട്. വീരമാണ് കാര്യം. ഓക്കെ, ഉടനെ തന്നെ സമയം കളണ്ട് അപ്പുറത്തേക്കോ. ഇവിടെ വെയിലാണെന്നുണ്ടെങ്കിൽ വെയിൽ ഇറക്കായിരിക്കും. ഇവിടെ ഒരു സാധനം കണ്ടത് ഇതിനൊക്കെ സാധനത്തിൻ്റെ അടിച്ചത്. ഞാനിത് കണ്ടപ്പോഴത്തേക്കോ കരിമീനെ കണ്ടു പോയി. അത് കരിമീൻ തന്നെ. ഇത് കരിമീനല്ല, വേറെ സാധനമായിരുന്നു. നീളം കരിമീൻ തന്നെ. ഞാൻ ആ സാധനത്തിനെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ നിറച്ചും കോലാണ്. ആ നടക്കുന്നുണ്ടോ ഈ കൂട്ടായിട്ട്. അപ്പോൾ നമ്മൾ ചെറൈന്ന് തെറിച്ചേക്കുവാണ്. ഇപ്പോൾ പോകുന്നത് കുഴിപ്പള്ളി ബീച്ചിലേക്കാണ്. കുഴിപ്പള്ളി ബീച്ചിൽ ഒരു വലിയ കെട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ മീൻ കിട്ടുമില്ലെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ടെണ്ണം കിട്ടി. ഒരെണ്ണം എനിക്കും കിട്ടി. നിർഭാഗ്യം വെച്ചാൽ രണ്ടിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഇത് ഈ ലെഫ്റ്റ് GoPro ഓഫായിരുന്നു. അപ്പോൾ കുഴിപ്പള്ളി ബീച്ചിൽ കൂടെ നമ്മളിങ്ങനെ നോക്കി കിടക്കുവാണ്. പക്ഷെ ഇവിടെ മീനൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ നല്ല കലക്കുണ്ട് ഇവിടെ. ജെറുസേ, ഇവിടെ ഇല്ലല്ലോ മീൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ചെറൈയിലേക്ക് തന്നെ പോകണം. വേറെ ഒന്നുമല്ല, അവിടെ മീനൊന്നും കാണാൻ കൂടി പറ്റില്ല, ഫുൾ കലക്കാം. അപ്പം നമുക്ക് കുഴിപ്പള്ളി ബീച്ചിൽ പോയിട്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. നമുക്ക് വീണ്ടും ചെറായി ബീച്ച് തന്നെ ചേരണം. അതേമാതിരി നമുക്ക് 3 അടിച്ചിട്ടുണ്ട്. അടുത്തതിൻ്റെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് റെഡ് ഓപ്പൺ ആയിരുന്നു. ഇത് കിട്ടിയിട്ടില്ല. കഷ്ടകാലം ഇന്ന് കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വിഷ്ണുക്കുട്ടൻ പിടിച്ചാണ്, കാണിച്ചടാ. ഒരടിപൊളി പട്ടപ്പം കരിമീൻ. അടി ഒന്ന് പെടവച്ചേ നോക്കട്ടെ. അപ്പം വിഷ്ണുക്കുട്ടൻ ഇന്നത്തെ അംഗത്തിന് 3 എണ്ണം അടിച്ചിട്ടുണ്ട്. അടി എടാ, നമ്മുടെ തെറ്റാലും എന്തിടാ എന്ത്
കിടക്കണു ഞാനിപ്പോ ഇട്ടോ ഈ തെറ്റല്ലേ ഇവിടെ കൊണ്ട് കിട്ടും. വീഡിയോയില് റെക്കോർഡഡ് ആയിരുന്നു. വേറെ സാധനം വന്നിട്ടുണ്ടോ? വരാം നീ വേഗം അടിച്ചു തുടങ്ങി. നീ വേഗം അത് തുറന്ന് ചുട്ടു പോയി നോക്ക്. വേഗം പോയി നോക്കാം. സാധനം പോയി നോക്ക്. ആ മറ്റേ മൂലയ്ക്കൊന്ന് പോയി നോക്കി കേട്ടോ. എന്താ കേട്ടെ അത് ഊരാൻ പറ്റില്ല. ചേട്ടായൊന്നും ഊരാൻ പറ്റുണ്ടോ? എടാ അതിനെ എങ്ങനെയോ നീ ആ വന്നേക്കണേന്റെ നേരെ തിരിച്ചു കുത്തിക്ക്. അതെടുക്ക. ആ മീൻ മനസ്സിലായി മനസ്സിലായി. ആ കയറിയേക്കണേന്റെ നേരെ തിരിച്ചു കുത്തത്. എവിടെ സാധനം വെച്ചോടാ. അതിന്റെ തിരിച്ചാ വിട്ടാൽ മതി. ആ ഓട്ടക്കൂടെ തന്നെ തിരിച്ചു കുത്തിയിടും. പൊളി സാധനം. ഞാൻ മൂരി ഇങ്ങോട്ടോ. അതപ്പോ വേറെ വീഡിയോ ഉടക്കി. എടേ എടാ പൊട്ടിപ്പോയണ്ടേ. അത് കൊണ്ടുവാ. എൻ്റെ ഈ സാധനം ലോക്കായി പൊട്ടിപ്പോകണല്ലോ. അത് കൊള്ളാം. സാധനം കൊള്ളാം. അങ്ങനെ വിഷ്ണുക്കുട്ടിന് ഒരു മുഴുത്തൊരു സാധനം അടിച്ചിരിക്കുകയാണ്. ഇല്ലടാ വിഷ്ണുക്കുട്ടൻ ഇന്ന് അടി തകർത്ത് പൊളി അടുത്തളം. അടിപൊളി. അവൻ തകർത്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇടത്തരം എഴുതണ്ടാ. ആടാ കറക്റ്റായിരുന്നു കേട്ടോ. കൊണ്ടാ കല്ലിനടെ പോലെ. അവൻ കല്ലിനടെ പോയി. ഇല്ല അത് വിട്ടുകൊടുത്താൽ മതി. നീ വിട്ടുകൊടുത്താൽ മതി. വിട്ടുവിട്. പോകോളൂ. ഇങ്ങോട്ട് വിളി. വിടല്ലേ. കല്യാണോ? അവൻ കല്യാണെ പോയിക്കോളൂ. അപ്പോ നീ വിട്ടുകൊടുത്തല്ലേ? വിട്ടുകൊടുത്തേ പോട്ടെ. മീനുണ്ടോ? ആണേ എവിടെ ഇറങ്ങുമ്പോൾ നോക്കണം കേട്ടോ. അയ്യോ വലിക്കണ്ട്. ഇത് കല്ലിൻ്റെ ഇടയ്ക്കല്ല. ഇല്ല അവൻ വലിക്കണ്ട അങ്ങോട്ട് ഇടയ്ക്ക്. ഞാൻ ഓടി ആ കല്ലിൻ്റെ ഇടയ്ക്ക് കയറാനും. അപ്പോൾ തീർന്ന നമ്മുടെ ഡാർക്ക്. അടിപൊളി. മുഴുത്തുമായിരുന്നു. ഞാൻ കണ്ടല്ലേ. നേരെ പോയെന്ന് പറയും ചെയ്തല്ലേ. ഞാൻ ഇറങ്ങുമായിരിക്കും. നോക്കാം. അടിപൊളി. കിടില. നീ അല്ല ലാപ്ടോപ്പിനെ പിടിക്കും ഞങ്ങളൊന്ന്. 6 നമ്പർ ടോക്കൺ നമ്പർ 6 തുറന്നാ ചെറുസേ. അടുത്തേ നമുക്ക് ടിക്കറ്റ് പണി. എടാ പണി തന്ന വീഡിയോ എടുത്തില്ലെന്ന്. അത് ഞാൻ എടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോട്ടോടുകൂടി ഷോർട്ട് ഫിഷിംഗ് ഇവിടെ നിർത്തുവാണ്. ഇനി നമ്മൾ ഉച്ച കഴിഞ്ഞ് ആംഗ്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ചൂണ്ടിടാൻ വേണ്ടി നമ്മൾ മുനമ്പത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കതൊന്ന് കഴിക്കാൻ. കാരണം ഫുഡൊക്കെ അടിച്ച് എനർജി ആയിട്ടിരുന്നാൽ മീൻ പിടിക്കാൻ സെറ്റപ്പ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര നാളായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും മുതലാകാൻ പറ്റിയത് നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ വീഡിയോയുടെ കടുപ്പിക്കുന്നത് ഇന്ന് തീർന്ന്. ഇന്ന് ഇവൻ 6 കരിമീനെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് 2 പിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ വേറെ കാര്യം എനിക്ക് നോക്കിയപ്പോഴെന്ന് കഴിഞ്ഞാൽ ആ സാധനം ഒന്നത് ഞാൻ 20 ബ്രേക്ക് വണ്ടി വരുന്നുണ്ട്.
അത് ഈ പെട്ടെന്ന് കെട്ടി പോകാൻ പൊട്ടിപ്പോകാൻ അതിൽ കയറി പൊട്ടിപ്പോകണ്ടേ. അപ്പോൾ നമുക്കത് ഡാട്ട് ഇല്ലായിരുന്നു, മൊബൈലിൽ ഡാട്ട് വീണ്ടും രണ്ടാമത് കെട്ടി അങ്ങനെ കുറേ ടൈം. പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മളൊന്നും മീനൊന്നും കണ്ടില്ല. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഫോണം കിട്ടി. പിന്നെ കുറേ നേരങ്ങൾ അതിൻ്റെ അതിന് നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും. അതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ മീൻ കയറിക്കുന്ന സന്തോഷം. പിന്നെ ചാപ്പ കുറേ കയറി കഴിക്കുമായിരുന്നു. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? കടൽ വശങ്ങൾ തന്നെയല്ലേ? ഓ ഉറപ്പായിട്ടും. ചെല്ലാനാണോ? ചെല്ലാൻ നമ്മൾ എനിക്ക് പോകാതിരുന്നതാണ്. പക്ഷെ ഇന്നവിടെ കടൽ രോക്ഷമുള്ളതുകൊണ്ട് ഞങ്ങളവിടെ പോയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് വെയിൽ കൊണ്ടതിന് ഒരു ഫലമുണ്ട്. ഇനി ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് കൊമ്പന വലിച്ചേക്കാം അല്ലേ? ഞാൻ ഒരെണ്ണം ഒരു വലുത്. അപ്പം ഇന്ന് എല്ലാവർക്കും ടാസ്ക് ഉണ്ട്. എല്ലാവരും ആരെയും കൊണ്ട് മീൻ പിടിച്ച് കഴിഞ്ഞാൽ നോക്കാം. അപ്പം നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ മുനമ്പം ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഇനിത്തെ അങ്ങ് ഇവിടെ നിന്നാണ്. നമ്മൾ ഉച്ച കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നോക്കാം. ഹലോ, ഇവിടെയുള്ളൊരു ഇവിടെയുള്ളൊരു ചേട്ടനാ. ചേട്ടൻ പേരേട്ടാ നമുക്ക് കിട്ടിയത്. അപ്പൊ എന്താ സാധനം ഇട്ടതാ? നൂറിലടിച്ചാ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? മീൻപിടുത്തൊക്കെ ചൂണ്ടക്കാരാ പറയുക. ആരോഗ്യക്കാരാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? സജി. ഇപ്പം വെരി ഇറക്കാം. അപ്പൊ കിട്ടുമാറാകട്ടെ. ഇത്ര നേരം വെച്ച കല്യാണ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പ് ആയിരിക്കും. അതിനകത്തൊരു ക്യാമറമാനുള്ള ഒരു ഫാമിലി വീഡിയോ അല്ല അടിച്ചാലോ. ഇത് ലുക്കാനയുടെ ജിഗഡാണ്. അവിടെ ഇരിക്കും ആകെ. ഈ മസിലിങ്ങനെ തള്ളിക്കണം. മസിൽ ഇത് മാറുന്നേ. ഞാൻ ഈ എടുത്ത് കെട്ടട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ഇന്ന് എറിഞ്ഞിട്ട്. നീ എറിഞ്ഞോ? തലേ നീ എറിഞ്ഞോന്നേ. രണ്ട് സെയിം റോഡല്ലേ? ഡാർവിൻ്റെ വീടാണ്. ഒരു മീനോട് വന്ന് അടിക്കാൻ പറഞ്ഞു. ആണേ. ചെമ്മീൻ പുറത്ത് തല കളഞ്ഞേക്കാം. മണം കിട്ടുമല്ലോ. എടാ ഞാൻ എറണാകുളം ഒന്ന് നോക്കുന്നേ. എന്നിട്ട് നമ്മൾ ഈ കൽക്കെട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ട് കയറണേ. അപ്പോൾ ചെറിയ അമൂറൊക്കെ ഉണ്ടെങ്കിൽ അത് കയറി പിടിച്ചോളൂ. മോനെ കിട്ടി. നീ വിളിച്ചതാ ചെമ്മീൻ. അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മുടെ ആദ്യത്തെ കടൽ കറുപ്പൂറിന് അടിച്ചിട്ടുണ്ട്. പല്ലുണ്ടോ? പല്ല കണ്ടാൽ കടൽ കറുപ്പിനെ പോലെ ഇരിക്കുന്നുവെങ്കിലും ഇത് മോതയാണ്. എനിക്ക് മാറിപ്പോയതാണ് സംഭവം. മോതയാണ് കേട്ടോ. ഈയൊക്കെ ചേർത്തല്ലേ ഇട്ടേ?
വെള്ളി ഉണ്ടല്ലേ അകത്ത് കിടക്കണത് എന്താ ഇത് മീൻ കിട്ടണേ പൊക്കും. ആഹാ എടാ നമുക്ക് ജീവനുള്ള ചെമ്മീൻ ഇവിടെ നിന്ന് മേടിച്ചോണ്ടോ ഇതിന് എപ്പോഴാണ് പൊക്കണേ നേരത്തേക്ക് എത്ര പേര് വലിച്ചോണ്ടെന്ന പണിയാ സംഭവം വേറെ ഒന്നുമല്ല, ഇത് മുനമ്പം ഹാർബറിൽ ചീനവല പൊക്കുന്ന ഒരു സീനാണ്. അവർക്ക് അത്യാവശ്യം ചെമ്മീൻ, ചെറിയ വറ്റി, അതുപോലത്തെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് വെള്ളം തണവാണ് അതിൻ്റെ പുറത്താണ് മീൻ കൊത്താത്തതാണ്. വെള്ളം തണവ് കൂടുതലിന് വെള്ളമാണ് വെള്ളം കൊത്താത്തത്, ഒന്നും കൊത്താത്തത്. കൈല മെസ്സിന് പറയരാ എല്ലാം കിട്ടിയ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ചൂണ്ടിടാൻ വന്നിട്ട് കിട്ടിയത് എന്നൊരു കറൂപ്പിനെ മാത്രമാണ്. എന്തായാലും കുഴപ്പമില്ല, സാധനം പിടിച്ചല്ലോ. അതെ, അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാ ചൂണ്ടക്കാർക്കുള്ള ഒരു പ്രതീക്ഷയാണ് മീൻ കിട്ടും. ഒരുപാട് പേർക്ക് ഇവിടെ വന്നിട്ട് മീൻ കിട്ടാണ്ട് പോയി. പക്ഷെ നമ്മളെല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 3 പ്രാവശ്യം ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ വന്നിട്ട് മീൻ കിട്ടിയില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം ഞങ്ങൾ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ പ്രാവശ്യം വരുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്കൊരു മീൻ കിട്ടി. എന്തായാലും അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരാണ് അല്ലേ? പിന്നല്ലേ, കാരണം 2 ദിവസം പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ എന്തായാലും കിട്ടിയതുകൊണ്ട് ഞങ്ങൾ തൃപ്തരാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ കാണാം.